ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പുറത്തെ ആട്ടം എന്ന പ്രയോഗത്തിൽ നിന്നാണ് പൊറാട്ടു നാടകം എന്ന പേരുണ്ടായത്. പുറത്തെ ജനങ്ങളുടെ ആട്ടം എന്നും അതിനെ വിളിച്ചിരുന്നു. നാടുവാഴികളുടെ ഭരണകാലത്ത് അയിത്തവും തീണ്ടിക്കൂടായ്മയും തൊട്ടുകൂടായ്മയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് സമൂഹത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട കീഴാളര് തങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാനായിട്ട് പുറത്ത് കൊയ്ത്തെല്ലാം കഴിഞ്ഞ് ആ പാടത്ത് ആട്ടവും കൂത്തും ഒക്കെ ചേർന്നൊരു നാടകം കളിച്ചിരുന്നു. അവരുടെ പ്രതിഷേധമാണിത്. പാണൻ സമുദായത്തിൽപ്പെട്ടവരാണ് ഇത് കളിച്ചിരുന്നത്, അവതരിപ്പിച്ചിരുന്നത്. അതിനാൽ പാണന്മാരുടെ കളി എന്നർത്ഥത്തിൽ പാങ്കളി, പാണന്മാരുടെ കളി പാങ്കളി എന്നറിയപ്പെട്ടു. ഈ പൊറാട്ട നാടകത്തിൻ്റെ ആദ്യ മധ്യാന്തം തുടക്കം മുതൽ അവസാനം വരെ ഒരു വിദൂഷകൻ രംഗത്തുണ്ടാകും. ഓരോ കഥാപാത്രം രംഗത്ത് വരുമ്പോഴും വിദൂഷകൻ ചില ചോദ്യങ്ങൾ തമാശ രൂപത്തിലും ഫലത രൂപത്തിലൊക്കെ ചോദിക്കും. ആ ചോദ്യങ്ങളെ വെച്ചുകൊണ്ടാണ് ഈ കളി മുന്നോട്ട് പോകുന്നത്. വിദൂഷകന് നീളം കൂടിയ തൊപ്പിയും പല നിറങ്ങളോടും കൂടിയ ഉടുപ്പൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഒരു കളി ആശാൻ ഉണ്ടാകും. ആശാൻ അയാളാണ് കളി നിയന്ത്രിക്കുന്നത്. ഈ വിദൂഷകനും കളിയാശാനുമാണ് ആക്ഷേപഹാസ്യങ്ങളും വ്യവക്ഷേപങ്ങളും നർമ്മസംഭാഷണങ്ങളും ചടൽ നൃത്തങ്ങളൊക്കെയുള്ള ഈ നാടകത്തെ, ഈ പൊറാട്ട നാടകത്തെ, സംഗീത നാടകം എന്നൊക്കെ പറയാം, അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഇതിന് പാട്ട് തന്നെ ഒരു അവിഭാജ്യ ഘടകമാണ്. രണ്ട് തരം പൊറാട്ട് നാടകങ്ങളുണ്ട്: കൂട്ടപ്പൊറാട്ടും ഒറ്റപ്പൊറാട്ടും. ഒരാൾ തന്നെ പൊറാട്ട് നാടകം ചെയ്യുന്നതാണ് ഈ ഒറ്റപ്പൊറാട്ട്. ഇപ്പം നമ്മൾ മോണോ ആക്ട് എന്നൊക്കെ പിന്നീട് ഉണ്ടായ കലാരൂപമാണല്ലോ. അതുപോലെ ഈ ഒറ്റപ്പൊറാട്ട് പണ്ടുണ്ടായിരുന്നു. കൂട്ടപ്പൊറാട്ടുമുണ്ട്. പല ആളുകളും ചേർന്ന് നടക്കുന്ന പൊറാട്ട് നാടകം. ഒരു പ്രത്യേക താളത്തിൽ കൊട്ടിയും പാടിയും ആവിഷ്കരിക്കുന്ന ഈ നാടകത്തിലെ ഓരോ വാക്കിനും നാനാർത്ഥങ്ങളുണ്ടാകും. മുനവെച്ച വാക്കുകൾ, കൊള്ളി വാക്കുകൾ, ആക്ഷേപഹാസ്യം, പുറത്തെ വിടൽ, പുറത്തെ തള്ളൽ. എന്തൊരു വിടലാ വിടണേന്ന് പറയില്ലേ, ഇപ്പം തള്ളലെന്ന് പറയാം, എന്തൊരു തള്ളണേ. ഇതുപോലെ ഈ മേലാളന്മാർ, ഉയർന്ന ജാതിക്കാർ ഇവരുടെ താഴ്ന്ന ജാതിക്കാരുടെ അല്ലെങ്കിൽ കീഴാളരുടെ നാടകത്തെ പുറത്തെ വിടൽ, പുറത്തെ തള്ളൽ എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെയാണ് ഈ പൊറാട്ടു നാടകം എന്ന് വന്നത്. ഇപ്പോൾ പൊറാട്ട് നാടകം എന്ന വാക്കിന് ഇത് പാലക്കാട്, തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വടക്കോട്ടുള്ള സ്ഥലങ്ങളിലാണ് പൊറാട്ട് നാടകം കൂടുതലും അരങ്ങേറുന്നത്. ഇപ്പോൾ പൊറാട്ട് നാടകം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ വിഡ്ഢികളാക്കാൻ നടത്തുന്ന ഒരു നാടകം, ഒരു അഭിനയം. അതിനാണിപ്പോൾ പറയുന്നത്. പൊറാട്ട് നാടകം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ വിഡ്ഢികളാക്കുക. ഞാൻ ഇത്രയും വിശദമായിട്ട് ഈ പൊറാട്ട് നാടകത്തെക്കുറിച്ച് പറഞ്ഞത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സീറോ മലബാർ സഭയിൽ ചില മെത്രാന്മാരുടെ, എല്ലാ മെത്രാന്മാരും ഇല്ല, ചില മെത്രാന്മാരുടെ പൊറാട്ടു നാടകങ്ങൾ കണ്ട് നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഒരു വലിയ അസ്വസ്ഥതയിലിരിക്കുകയാണ്. അവർക്ക് ഒക്കെ ഒരു രസമാണ്, രസക്കളികൾ. മനുഷ്യരുടെ നെഞ്ചു പിളർക്കുന്ന വേദനയാണ് ഇവരുടെ പൊറാട്ടു നാടകങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ പുറത്തെ നാടകം, പൊറാട്ടു നാടകം കഴിഞ്ഞ് അകത്ത് കയറിയിട്ടുണ്ട്. മെത്രാൻ സെനഡ് എന്ന ചടങ്ങ് തീർക്കാനായി. ഈ പൊറാട്ട് നാടകം ഇല്ലേ, പുറത്തെ നാടകം കഴിഞ്ഞു, ഇനി അകത്താട്ട് നാടകമാണ്. പുറത്തെ നാടകം പൊറാട്ട് നാടകം, അകത്തെ നാടകം അകത്താട്ട് നാടകം. അതിന് സമയമായി, അതിൽ കയറി കഴിഞ്ഞു. ആരാണ് വിദൂഷകൻ, ആരാണ് കളിയാശാൻ, ഏത് പാണനാണ് മുഖ്യവേഷം കെട്ടുന്നത് എന്നെല്ലാം ഞാൻ പറയാതെ നിങ്ങൾക്ക് ഊഹിക്കാം. നിങ്ങളുടെ ഓരോരുത്തരും ഭാവനയ്ക്ക് ഞാൻ വിടുകയാണ്. നമ്മളെ കണ്ട് മടുക്ക് മാത്രമല്ല, നമ്മുടെ നെഞ്ചിൽ കത്തിയെടുത്ത് കുത്തുന്ന തരത്തിൽ വേദന അനുഭവിച്ച ചില പൊറാട്ട നാടകങ്ങൾ ഇപ്പോൾ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് കാരണം ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ പറയാം. ഒന്ന്, മാർപ്പാപ്പ 4 വട്ടം എറണാകുളം അങ്കമാലി അതിരൂപതയെ അഭിസംബോധന ചെയ്ത് ഏകീകൃത കുർബാന ചൊല്ലാൻ ആവശ്യപ്പെട്ടു. മാർപ്പാപ്പ നേരിട്ടൊരു രൂപതയോട്, ഒരു അതിരൂപതയോട് ഏകീകൃത കുർബാന ചൊല്ലണമെന്ന് ആവശ്യപ്പെട്ടു. അത് ഈ കളിയാശാൻ തന്നെ നമ്മെ എഴുതി അറിയിച്ചിട്ടുണ്ട്. വിദൂഷകനും കളിയാശാനും ചേർന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മാർപ്പാപ്പ അത് ആവശ്യപ്പെട്ടത്? എന്തുകൊണ്ടാണ് മാർപ്പാപ്പ ഇങ്ങനെ ആവശ്യപ്പെട്ടത്? 1999 മെത്രാൻ സെനഡ് തീരുമാനിച്ചതാണ് ഏകീകൃത കുർബാന. പിന്നെ അവർ ഉന്തിത്തള്ളി 2021 അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. മെത്രാന്മാർ 99 തീരുമാനിച്ച തീരുമാനം 22 വർഷം കഴിഞ്ഞിട്ടാണ് നടപ്പാക്കണേ. അപ്പം തന്നെ നിങ്ങൾക്ക് അറിയാലോ പൊറാട്ട് നാടകത്തിൻ്റെ ഒരു രീതി. 22 കൊല്ലം. ലോകത്തെ ഏതെങ്കിലും ഒരു സഭയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ?
ഒരു സഭ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് അത് നടപ്പാക്കാഞ്ഞത് ആരായിരുന്നു? തീരുമാനിച്ചവർ തന്നെയാണ് നടപ്പാക്കാതിരുന്നത്. ഇതാണ് പൊറാട്ട നാടകം. മനുഷ്യരെ വിഡ്ഢികളാക്കാൻ വേണ്ടി തീരുമാനമെടുക്കുക, എന്നിട്ട് നടപ്പാക്കാതിരിക്കുക. ഈ 99 തീരുമാനിച്ചു, ഐക്യകണ്ഠേന തീരുമാനിച്ചു. ഒരൊറ്റ പൊറാട്ട നാടകത്തിൽ ഒരു അഭിനേതാവും ഇത് തിരുത്തണമെന്നോ ഒരു പുനരാലോചന വേണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. 2021 അത് നടപ്പാക്കാൻ വീണ്ടും തീരുമാനിച്ചു. എന്നിട്ടത് മാർപ്പാപ്പയെ അറിയിച്ചു. അതുകൊണ്ടാണ് മാർപ്പാപ്പ രേഖാമൂലം 3 പ്രാവശ്യവും വീഡിയോയിലൂടെ 1 പ്രാവശ്യവും ഏകീകൃത കുർബാന ചൊല്ലണമെന്ന് ആഹ്വാനം ചെയ്തത്. എന്നാൽ പൊറാട്ട നാടകത്തിൻ്റെ ആ രംഗം അത് കൊഴുക്കുന്നത് ഇങ്ങനെയാണ്. കളിയാശൻ രംഗപ്രവേശം ചെയ്ത് പറഞ്ഞു, ഞങ്ങളുടേത് സൂയി യൂരിസ്. അത് കേട്ടപ്പോൾ കോമാളിയായ വിദൂഷകന് കാര്യമൊന്നും മനസ്സിലായില്ല. വിദൂഷകനായി പെടുന്നതിന് മുമ്പേ അയാളുടെ ചില നെട്ടും ബോൾട്ടൊക്കെ ഇളകിപ്പോയിരുന്നെന്നാണ് നാട്ടുകാർ പറയണേ. കുശുമ്പ് പറയുന്നതായിരിക്കാം, പക്ഷെ അങ്ങനെയാണ് പറയുന്നത്. കളിയാശാൻ എന്ന ഒറ്റപ്പൊറാട്ട് പറഞ്ഞത് കേട്ട് ദാസി, മണ്ണാത്തി, ചെറുമി, കുറത്തി, അച്ചി, ഇതൊക്കെ ഈ പൊറാട്ട നാടകത്തിലെ കഥാപാത്രങ്ങളാണ്. അവരെല്ലാം മൃദംഗം, ചെണ്ട, ഇലത്താളം എന്നിവ എടുത്ത് വിരുത്തം പാടി, പല്ലവിയും പാടി. എന്താണ് പല്ലവി ഇങ്ങനെയാണ്. അല്ല, വിരുത്തമാണോ പല്ലവിയാണോ? എനിക്ക് സംഗീതത്തിൽ വലിയ പിടുത്തമില്ലാത്തതുകൊണ്ട് വിരുത്തം എന്ന് ഞാൻ പറയട്ടെ. അവർ അങ്ങനെയാണ് ഈ പൊറോട്ട നാടകത്തിൽ വിരുത്തം എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഞാൻ വിരുത്തം എന്ന് തന്നെ പറയട്ടെ. വിരുത്തം എന്താണ്, പല്ലവി എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ക്ഷമിക്കണം കേട്ടോ. പിന്നെ ഞാനങ്ങനെ പൊറോട്ട നാടകം കളിച്ചിട്ടില്ല. ഏതായാലും അവർ വിരുത്തം പാടി. വിരുത്തം എങ്ങനെയാണ്? ഞങ്ങൾ തക്സ പരിഷ്കരിക്കും, ഞങ്ങൾ നടപ്പാക്കാൻ തീരുമാനിക്കും, ഞങ്ങൾ തന്നെ നടപ്പാക്കാതിരിക്കും, നിയമലംഘനം നടത്തും, കാനോൻ നിയമം കടലിലെറിയും, നിങ്ങളാരാ ചോദിക്കാൻ. ഞങ്ങൾ തക്സ പരിഷ്കരിക്കും, ഞങ്ങൾ നടപ്പാക്കാൻ തീരുമാനിക്കും, ഞങ്ങൾ തന്നെ നടപ്പാക്കാതിരിക്കും, നിയമലംഘനം ഞങ്ങൾ നടത്തും, കാനോൻ നിയമം കടലിലെറിയും, നിങ്ങളാരാ ചോദിക്കാൻ. പൊറാട്ട നാടകക്കാർ എടുത്ത തീരുമാനം നടപ്പാക്കണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അവർക്കെതിരെ കേസ് കൊടുക്കും, പോലീസിനെ വിട്ട് അറസ്റ്റ് ചെയ്യിക്കും. ഇനി ഈ പൊറാട്ട നാടകക്കാർ എടുത്ത തീരുമാനം, ഏകീകൃത കുർബാന വേണം തീരുമാനം, ഈ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പള്ളികൾ അടച്ചു പൂട്ടും. അതാണ് സൂയി യൂരിസ്. സ്വയധികാരം. എന്ത് തോന്നിയാസം ചെയ്യാനുള്ള അധികാരത്തെയാണ് സൂയി യൂരിസ് എന്ന് സീറോ മലബാർ സഭ നിർവഹിച്ചിരിക്കുന്നത്. ഞങ്ങൾ തീരുമാനിക്കും നടപ്പാക്കാൻ, ഞങ്ങൾ തന്നെ തീരുമാനിക്കും നടപ്പാക്കാതിരിക്കാൻ. ഏകീകൃത കുർബാന വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, ഏകീകൃത കുർബാന നടക്കുന്ന പള്ളികൾ ഞങ്ങൾ അടച്ചുപൂട്ടും. ഞങ്ങൾ സൂയി യൂരിസ് ആണ്, ഞങ്ങൾ സ്വയ അധികാരമുള്ളവരാണ്. അല്ലെങ്കിൽ എന്തിനാണ് അധികാരം? അങ്ങനെ ആദ്യത്തെ പൊറാട്ട നാടകം കഴിഞ്ഞു വിരിയിട്ടു, തിരശീല വീണു. രണ്ടാമത്തെ പൊറാട്ട നാടകം മാർപ്പാപ്പ നേരിട്ട് എറണാകുളം അങ്കമാലിയുടെ ഭരണം ഏറ്റെടുത്തു. എന്നിട്ട് ഒരു അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെ വെച്ച് അയാളിലൂടെ ഭരണം നടത്തി. മണവാട്ടിമാർ ധാരാളം ചുറ്റുമുണ്ടായിരുന്നെങ്കിലും മണവാളന്റെ ഫാക്കൽറ്റി എല്ലാം ഈ മാർപ്പാപ്പ നിയമിച്ച അഡ്മിനിസ്ട്രേറ്റർ എടുത്തു കളഞ്ഞു. മണവാട്ടിമാർ കുറേയുണ്ട്, കുറേ പേര്, പക്ഷെ മണവാളൻ ചെയ്യുന്നതും ശരിയല്ല. അതുകൊണ്ട് മാർപ്പാപ്പ ഈ അഡ്മിനിസ്ട്രേറ്ററിലൂടെ മണവാളന്റെ ഫാക്കൽറ്റി എല്ലാം എടുത്തു കളഞ്ഞു. ഫാക്കൽറ്റി ഇല്ലെങ്കിൽ എന്താ, ഞങ്ങൾക്ക് മണവാളനുണ്ടല്ലോ എന്ന് പറഞ്ഞ് അയാളെ കൊണ്ട് കല്യാണം കെട്ടിച്ചു കൂടെയുള്ളവർ. അയാളോട് കൂടെ പാപം ചെയ്തവർ അയാളുടെ അടുത്ത് തന്നെ കുമ്പസാരിച്ചു. അയാൾക്ക് കുർബാന ചൊല്ലാൻ അധികാരമില്ലായിരുന്നെങ്കിലും അയാളുടെ മുഖം നോക്കിയുള്ള കുർബാന കണ്ട് മണവാട്ടിമാരും അവരുടെ കൂടെയുള്ള വരിയുടയ്ക്കപ്പെട്ട് ഷണ്ടന്മാരായി തീർന്ന ആണുങ്ങളും കൊൾമയിര് കൊണ്ടു. കാണിക്ക വഞ്ചിൽ വീണിരുന്ന പണവും വാടക ഇനത്തിൽ കിട്ടിയ പണവും മണവാളനെടുത്ത് പാപ്പാവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കൊടുത്തുകൊണ്ടേയിരുന്നു. അപ്പം മുന്നേറ്റക്കാരും വിമതരും അതിൽ അർമാദിച്ചു കൊണ്ടിരുന്നു. നല്ല കളി, പൊറോട്ട കളി എന്നെല്ലാം പറഞ്ഞ് പൊറോട്ട നാടകം പൊറോട്ട കളിയായി. ഇങ്ങനെ ഒരു അർമാദിച്ചു കൊണ്ടിരുന്നു. മണവാളനുള്ളവനാണ് മണവാട്ടിയെന്നും, അല്ല മണവാട്ടിയുള്ളവനാണ് മണവാളനെന്നും, അയാൾ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ അയാളെ സംരക്ഷിക്കുമെന്നും പാണന്മാരെ കൊണ്ട് പാട്ടുപാടി പറയിച്ചു കളിയാശാൻ. മണവാളൻ തെറ്റ് ചെയ്തെന്നും ശിക്ഷിക്കണമെന്നും കോടതി കണ്ടെത്തി. ഹൈക്കോടതി അടക്കം, സഭാകോടതി മാത്രമല്ല. മണവാളനെ അന്യായമായി സംരക്ഷിച്ച കളിയാശാൻ നിയമലംഘനം നടത്തിയെന്നും അതിനുള്ള ശിക്ഷ
സഭാഭ്രഷ്ട് വരെ ആകാമെന്നും കോടതി തെളിവുകൾ സഹിതം തെളിവുകൾ നിരത്തി വെളിപ്പെടുത്തി ഉത്തരവിറക്കി. കോടതിയെ തന്നെ മരവിപ്പിക്കാൻ കളിയാശാൻ മൂലക്കലെ മണ്ണാൻ പൊറാട്ടനോട്, മണ്ണാൻ പൊറാട്ട് എന്ന് പറഞ്ഞ ഒരു കഥാപാത്ര, മണ്ണാൻ പൊറാട്ടിനോട് ആവശ്യപ്പെട്ടു. പൊറാട്ടു നാടകം തീരുന്നതിന് മുമ്പേ കർട്ടൻ വീഴുമെന്ന് പേടിച്ചിരിക്കുമ്പോൾ ഇതാ ഇടിമിന്നൽ പോലെ വരുന്നു കോടതിയുടെ അടുത്ത പ്രഹരം. അപ്പസ്തലിക സിഞ്ഞത്തൂറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട് അങ്ങ് റോമായിൽ. വിശ്വാസത്തിനെതിരെയും സന്മാർഗത്തിനെതിരെയും കളിയാശാനും വിദൂഷകനും തെറ്റ് ചെയ്തെന്ന് അവിടെ അറിയിക്കുമെന്ന ഭീഷണി കേട്ട് മൂലയ്ക്കലെ മണ്ണാൻ പൊറാട്ട് പെട്ടെന്ന് പിൻവലിഞ്ഞ് മരവിപ്പിക്കൽ നടപടി തന്നെ മരവിപ്പിച്ചു കളഞ്ഞു. പൊറാട്ട് നാടകം, പൊറോട്ട തിന്ന് പൊറാട്ട് നാടകം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല, ഇത് നമ്മളെ കൺവട്ടത്ത് കണ്ട കാര്യങ്ങളായി പറയണേ. ചില മെത്രന്മാരുടെ പൊറാട്ടു നാടകങ്ങൾ. അടുത്ത ഒരു പൊറാട്ടു നാടകം മെത്രാൻസിനോട് തീരുമാനിച്ചതും പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ചതും നടപ്പിലാക്കാൻ മാർപ്പാപ്പ 4 പ്രാവശ്യം ആവശ്യപ്പെട്ടതുമായ ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ. ഇതാണ് പല്ലവി. ഈ പൊറാട്ടു നാടകത്തിലെ പല്ലവി ഇതാണ് പല്ലവി കേട്ടോ. ഇതാണ് പല്ലവി. മെത്രാൻസിനോട് തീരുമാനിച്ചതും പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ചതും നടപ്പിലാക്കാൻ മാർപ്പാപ്പ ആവശ്യപ്പെട്ടതുമായ ഏകീകൃത കുർബാന, ഇതാണ് പല്ലവി. ഈ പൊറാട്ട നാടകത്തിൻ്റെ എല്ലാ അഡ്വർടൈസ്മെന്റിലും പരസ്യ ഇതിലും ഈ പല്ലവി എഴുതിയിട്ടുണ്ട്. അതാണ് ഈ പൊറാട്ട നാടകത്തിൻ്റെ പരസ്യമാണ് സർക്കുലർ. എല്ലാ സർക്കുലറിലും ഈ പല്ലവി എഴുതിയിട്ടുണ്ട്. ഈ നാടകത്തിൻ്റെ പല്ലവി, സർക്കുലർ വന്ന പല്ലവി, ഈ പൊറാട്ടു നാടകത്തിലെ കഥാപാത്രങ്ങൾ ദാസനും ദാസിയും, കുറവനും കുറത്തിയും, ചെറുമനും ചെറുമിയും, കവറയും കവറച്ചിയും, ചിക്കിലിയനും ചിക്കിലിച്ചിയും, പൂക്കാരനും പൂക്കാരിയും, മാധുവും അച്ചിയും ഇതൊക്കെ ഏറ്റുപാടും. എല്ലാ സർക്കുലറിലും ഏറ്റുപാടും. മെത്രാൻസിനോട് തീരുമാനിച്ചതും പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ചതും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തതും. നാണമില്ലേ മെത്രന്മാരെ? മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിട്ട് നടപ്പാക്കാൻ കഴിയില്ലെങ്കിൽ ഈ വടിയും തൊപ്പിയും അരപ്പട്ടിയും മാറ്റി വെച്ചിട്ട് സാധാരണ അച്ഛന്മാരെ പോലെ ജീവിക്കണം. എന്നിട്ട് കഴിവുള്ള മറ്റാരെങ്കിലും ഏൽപ്പിക്കണം. മാർപ്പാപ്പ പറഞ്ഞിട്ട് അനുസരിക്കാൻ പറ്റാത്ത ആളുകൾ ഈ സഭയിൽ നിൽക്കാൻ പാടുണ്ടോ? മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് പറഞ്ഞ ആളുകളെ ഓൺ ദ സ്പോട്ടിൽ സസ്പെൻഡ് ചെയ്യണ്ടേ? അതല്ലേ സൂയി യൂരിസ് എന്ന് പറഞ്ഞാൽ? സ്വയധികാരത്തെ പറഞ്ഞ പിന്നെ എന്തോന്നാ? നിങ്ങൾക്ക് എല്ലാ കൂതാശകളും വിലക്കിയ ആളുകളെ ചെയ്യുക, അവരെ സംരക്ഷിക്കലാണോ സൂയി യൂരിസ്? അതാണോ സ്വയ അധികാരം? അതിന് വേറെ വാക്കാണ് പറയേണ്ടത്. എല്ലാ പള്ളികളിലും ഈ ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ എന്നാണ് എഴുതി വച്ചിരിക്കുന്ന പല്ലവി. എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ വേണ്ടി ഇപ്പോൾ ഏകീകൃത കുർബാന തടസ്സമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന പള്ളികളിലെ ഏകീകൃത കുർബാന നിർത്തലാക്കണം. നിങ്ങൾ കേട്ടോ? അത് എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ വേണ്ടി ഇപ്പോൾ ഏകീകൃത കുർബാന കുഴപ്പമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പള്ളികളിലെയും ഏകീകൃത കുർബാന നിർത്തലാക്കണം. ഇതെന്തു ന്യായം? ഇതെന്തു നീതി? ഹലോ കളിയാശം പറയാ. ഹലോ, ഇത് പൊറാട്ടു നാടകമാണ്, ഇവിടെ യുക്തിയില്ല. ഇത് പൊറാട്ടു നാടകമാണ്, ഇവിടെ യുക്തിയില്ല. എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ വേണ്ടി ഇപ്പോൾ ഏകീകൃത കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന പള്ളികളിലെ ഏകീകൃത കുർബാന നിർത്തലാക്കണം. ഒരു യുക്തി അതിനകത്തില്ല. ഇത് പൊറാട്ടു നാടകമാണ്. പൊറാട്ടു നാടകം, അതിന് യുക്തിയില്ല. ഇതിൽ നീതിയില്ല, ഇവിടെ യുക്തിയില്ല, ഇവിടെ ന്യായമില്ല. കളിയാശാൻ പറയും, കൂടെയുള്ള കൂട്ടപ്പൊറാട്ടുകൾ അത് നടപ്പാക്കും. അതിന് താളം പിടിക്കാൻ ഒരു പുതുകൂരിയും ഉണ്ട്. ഇത് നടപ്പാക്കാനായിട്ട് പുതുകൂരി എന്ന് പറയുന്ന ഒരു പുതിയ കഥാപാത്രങ്ങളുണ്ട്. അവരെന്താ ചെയ്യാന്നറിയാമോ? പൊറാട്ടു നാടകത്തിലെ കഥാപാത്രങ്ങളായ കുറത്തികളും ചെറുമികളും കവറച്ചികളും ചിക്കിലിച്ചുകളുമായ പെണ്ണുങ്ങളെ മധുബഹയിൽ കുടിയിരുത്തും. വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം നിൽക്കാൻ പാടില്ലാത്തത് നിൽക്കും എന്ന് പറഞ്ഞത് പൂർത്തിയാകും. കത്തിയും ബ്ലേഡും തുപ്പലുമാണ് ഇവരുടെ പ്രധാന വേഷങ്ങൾ, ആയുധങ്ങൾ. ഈ കുറത്തിയും ചെറുമിയും കവറച്ചിയും ചിക്കിലിച്ചികളുമായ പെണ്ണുങ്ങൾ മതബഹയിൽ ഇരിക്കുന്നവരുടെ കയ്യിൽ ബ്ലേഡും കത്തിയും തുപ്പലും ഒക്കെയാണ് അവരുടെ ആയുധങ്ങൾ.
അവരുടെ ആണും പെണ്ണും കെട്ടവരായ മുന്നേറ്റ ഷണ്ടന്മാര് ഇലത്താളം എടുത്ത് താളം പിടിക്കും. അതുകണ്ട് വിദൂഷകൻ പിന്നെയും ചിരിക്കും. എന്തിനാ ചിരിക്കണമെന്ന് അയാൾക്കറിയില്ല, നമുക്കും അറിയില്ല. ചിരിയാണ് അദ്ദേഹത്തിന് കോമാളി വേഷം കെട്ടിക്കുന്നത്. കളിയാശാൻ മറ്റേ തൊപ്പി മാറ്റി പാളത്തൊപ്പി വെച്ച് നെഞ്ചു വിരിച്ച് നിൽക്കും. നോക്കടാ നോക്കടാ, നിങ്ങനെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന്, ഒരു കളി പഠിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പം എന്തായി? ഞാൻ വരച്ച വരയിലേക്ക് നിന്നെയൊക്കെ എത്തിച്ചില്ലേ എന്ന ഭാവമുണ്ട് ആ നിൽപ്പിന്, പാളത്തൊപ്പിയും വെച്ചുള്ള നിൽപ്പിന്. ഇതാണ് മൂന്നാമത്തെ പൊറാട്ട് നാടകം. നാലാമത്തെ പൊറാട്ട് നാടകം. മാർപ്പാപ്പ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററിലൂടെ ഏതാനും വൈദികരെ സസ്പെൻഡ് ചെയ്തു. അവരത്ര വലിയ കുറ്റകൃത്യം ചെയ്തുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത്. അവർക്ക് കൂദാശകൾ അർപ്പിക്കൽ അധികാരം എടുത്തു കളഞ്ഞു. അപ്പോൾ കളിയാശാൻ പറഞ്ഞു, ഹലോ ഹലോ മാർപ്പാപ്പേ, ഹലോ മാർപ്പാപ്പേ, ഞങ്ങളുടേത് സൂയി യൂരിസ് ആണ്. സൂയി യൂരിസ് എന്ന് വെച്ചാൽ അധികാരം ഞങ്ങളുടെ കയ്യിലാണ്. മാർപ്പാപ്പയ്ക്ക് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ എന്താണ് അവകാശം? അത് കേട്ട പാടെ കൂടെയുള്ള ഈ കൂട്ടപ്പൊറാട്ടുകളുണ്ടല്ലോ, അവരെല്ലാം തലകുലിക്ക് സമ്മതിച്ചു. മുൻപ് സെമിനാരി റക്ടറും മറ്റുമാണ് മാർപ്പാപ്പയെ ധിക്കരിക്കണമെന്ന് പഠിപ്പിച്ച് കേട്ടിട്ടുള്ളത്. ഇപ്പോൾ മാർപ്പാപ്പയെ നേരിട്ട് വെല്ലുവിളിക്കാൻ ധൈര്യമുള്ള ഒരു കളിയാശാനെ മെത്രാൻ സെനറ്റിന് കിട്ടിയിരിക്കുന്നു. ഇതല്ലേ നമുക്ക് വേണ്ടത്? ഇതല്ലേ സൂയി യൂരിസ്? ഇതല്ലേ സ്വയധികാരം? അങ്ങനെ കൂദാശ വിലക്കുള്ള വൈദികർക്കെല്ലാം പ്രൊമോഷൻ കൊടുത്ത് സ്ഥലം മാറ്റം കൊടുത്തു. ഇനി അവിടെയാകാം ഈ പോരാട്ട നാടകം. സർവശക്തനായ കർത്താവിനെ പോലും തോൽപ്പിച്ചതിൻ്റെ അഹങ്കാരത്തോടെ കളിയാശാൻ കളം നിറഞ്ഞാടി. പാണന്മാർ ഉടുക്കുകൊട്ടി ആടി തിമർത്തു. തെക്കുള്ള പാണന്മാർ ഉടുക്കുകൊട്ടി പാടി. രണ്ടാം അക്യൂനാസ് അവതാരം ചെയ്തിരിക്കുന്നുവെന്ന് പാണന്മാർ പാട്ടുപാടി. പാവം കാണികൾ കഥയറിയാതെ എഴുന്നേറ്റ് പോയി. കളിയാശാന്റെ 60 ഇഞ്ച് നെഞ്ചുവിരിവ് കണ്ട് സിനഡോളികളെല്ലാം ഓടി ഒളിച്ചു. അവർ ക്ഷീണിച്ചു മടുത്തു. കർത്താവിനേക്കാൾ ശക്തി കളിയാശാനാണെന്ന് അവർ വിചാരിച്ചു. അങ്ങനെ ഓടി മാളത്തിലൊളിച്ചു. തങ്ങൾ പടവെട്ടി നേടിയതാണ് ഏകീകൃത കുർബാന, അസമയത്താണെങ്കിൽ പോലും എന്ന സത്യം അവർ സൗകര്യപൂർവ്വം മറച്ചു വെച്ചു. അവരും പൊറാട്ടു നാടകത്തിലെ കഥാപാത്രങ്ങളാകാൻ തീരുമാനിച്ചു. പുറത്തെ ആട്ടം ഈ ഞായറാഴ്ച വരികയായിരുന്നു. 17-ാം തീയതി ഞായറാഴ്ച വരെ പൊറാട്ടു നാടകം. ഇന്നലെ മുതൽ അകത്താട്ടം തുടങ്ങുകയാണ്, മെത്രാൻ സെനറ്റ് തുടങ്ങുകയാണ്. ഈ മുകളിൽ പറഞ്ഞ പൊറാട്ടു നാടകങ്ങൾ വേറെ ഉണ്ട് കേട്ടോ, ഒരുപാട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ആ പൊറാട്ടു നാടകങ്ങൾക്ക് അറുതി വരുത്താൻ ഈ അകത്താട്ടം, ഈ മെത്രാൻ സെനറ്റ് തീരുമാനിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതല്ല, പുറത്തെ പൊറാട്ടു നാടകങ്ങൾക്ക് സ്തുതി പാടിയ പാണന്മാര്, അത് തെക്ക് പാലാ മുതൽ വടക്ക് തലശ്ശേരി വരെയുള്ള പാണന്മാർ തന്നെ ഇനിയും സ്തുതികളും മൊഴികളുമായി അകത്താട്ടം നടത്തുകയാണെങ്കിൽ അവരോട് എനിക്ക് 3 കാര്യങ്ങൾ പറയാനുണ്ട്. 1 കോരിന്തോസ് 1-ാമത്തെ അധ്യായം 10 മുതൽ 13 വരെ. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഒരേ കാര്യം ഏറ്റുപറയണമെന്നും നിങ്ങളുടെ ഇടയിൽ വിഭാഗ്യതയില്ലാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോയയുടെ ആളുകളിലൂടെ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. ഞാൻ നിശ്ചയമായും പൗലോസിൻ്റെതാണ്, ഞാൻ അപ്പോളോസിൻ്റെതാണ്, ഞാൻ കേഫാസിൻ്റെതാണ്, ഞാൻ ക്രിസ്തുവിൻ്റെതാണ് എന്നിങ്ങനെ നിങ്ങളിൽ ഓരോരുത്തരും പറയുന്നതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ? നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് പൗലോസാണോ? ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ? 34 രൂപതയിൽ നടപ്പാക്കിയ ആ ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ സിനഡോടുകൂടി നിങ്ങൾ നടപ്പാക്കാൻ തീരുമാനിക്കുന്നില്ലെങ്കിൽ ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കാവൂ. തിരുവചനത്തിനെതിരായി നിങ്ങൾ പ്രഖ്യാപിക്കും. അത് ചെയ്യരുത്. വിഭാഗീയത ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരുമല്ല, നിങ്ങൾ മെത്രാന്മാരാണ്. സഭയിൽ വിഭാഗീയത സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾ മെത്രാന്മാരാണ്. നിങ്ങളെടുത്ത തീരുമാനം നിങ്ങൾ തന്നെ നടപ്പാക്കാതെ, നിങ്ങൾ തന്നെ വിട്ടുവീഴ്ച ചെയ്ത്, മാർപ്പാപ്പയ്ക്കെതിരെ തെറ്റ് ചെയ്ത് ശീഷ്മയിലായി വിഭാഗീയത, ശീഷ്മ എന്ന് വെച്ചാൽ വിഭാഗീയതയാണ്,
അത് സൃഷ്ടിച്ചിരിക്കുന്നതും എറണാകുളം വിഭാഗത്തെ സൃഷ്ടിച്ചിരിക്കുന്നതും മെത്രാന്മാർ. ആ പൊറാട്ടു നാടകം അവസാനിപ്പിക്കാൻ മെത്രാൻ സിനഡ് എന്ന അകത്താട്ടു നാടകം തീരുമാനിക്കൂ, നടപ്പാക്കൂ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ? ഈ വീഡിയോ കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സിനഡിൽ നിങ്ങൾക്ക് പുറത്തുനിന്നുള്ള വീഡിയോസ് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കേൾക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിത് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, 1 കൊരിന്തോസ് 1-18 വരെ. കുരിശന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയാണ്. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കും, ബുദ്ധിമാന്മാരുടെ ബുദ്ധി ഞാൻ നിഷ്ഫലമാക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ജ്ഞാനി എവിടെ? വേദശാസ്ത്രി എവിടെ? ഈ യുഗത്തിന്റെ താർക്കികൻ എവിടെ? ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? കുരിശന്റെ വചനം നശിക്കാൻ കോപ്പുകൂട്ടി നടക്കുന്നവർക്ക് ഭോഷത്വമാണ്, നമുക്കോ അത് രക്ഷയ്ക്കുള്ള ശക്തിയാണ്. ഈ കുരിശിന്റെ വചനത്തിലുമാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. അതൊരു കുരിശമരണം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അല്ലാതെ ഈ ജ്ഞാനി, വേദശാസ്ത്രി, അധികാരം, പണം, ആ അഹങ്കാരം നമുക്ക് കൊള്ളില്ല. അത് മാറ്റണം. കുരിശന്റെ വചനമാണ് നമുക്കുള്ളത്. അതൊരു കുരിശമരണം നിങ്ങളിൽ നിന്നും ജനങ്ങളിൽ നിന്നും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ മാമോദീസായിൽ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ട് അവനോടുകൂടി ഉയർപ്പിക്കപ്പെടുന്നു നമ്മൾ വിശ്വസിക്കുന്നു. ആ ക്രൂശിക്കപ്പെടൽ അനുനിമിഷം നടക്കേണ്ടതാണ്. ഇപ്പം നമ്മുടെ സഭയിൽ അതിനുള്ള സുവർണ അവസരമാണ്. ഇത് മെത്രാന്മാർ തിരിച്ചറിയണം. ഒരു കുരിശമരണത്തിന് തയ്യാറായിട്ടാണെങ്കിൽ പോലും ഇവിടെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണം. അങ്ങനെ മാർപ്പാപ്പ പറഞ്ഞ കാര്യം, മാർപ്പാപ്പ പറഞ്ഞാൽ അത് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ കത്തോലിക്ക സഭയിലെ രീതി. അത് ആ പാരമ്പര്യം നിലനിർത്തണം, അത് ലംഘിക്കരുത്. 3, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുമെന്നാണ് കർത്താവ് പറയണേ. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ അധ്യായം. ഇടുങ്ങിയ കവാടത്തിലാണ് പോവുക. അതിലൂടെ പോകുന്നത് വളരെ കുറച്ചാണ്, പക്ഷെ അത് രക്ഷയിലേക്കുള്ള വഴിയാണ്. വളരെ വിശാലമായ വഴിയിലൂടെ പോകരുത്, അത് നാശത്തിലേക്കാണ്. ഇടുങ്ങിയ വഴി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് നടക്കേണ്ടി വരും, കൂട്ടുകൂടി നടക്കാൻ പറ്റില്ല. ഒരു കൂട്ടപ്പൊറാട്ടു നാടകം നിങ്ങൾ ചെയ്യരുത്. കൂട്ടപ്പൊറാട്ട് അത് വിശാലമായ വഴിയിലൂടെ നടക്കാനൊക്കെ പറ്റും, പക്ഷെ അത് നാശത്തിലേക്കാണ്. ചിലപ്പോൾ തനിച്ച് നടക്കേണ്ടി വരും. സിനഡിൽ ചിലപ്പോൾ ഒരൊറ്റ മെത്രാൻ ചിലപ്പോൾ എഴുന്നേറ്റ് നിന്ന് ഒരൊറ്റ ആൾ എഴുന്നേറ്റ് നിന്ന് പറയേണ്ടി വരും, നമുക്കിത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന്. ഒരൊറ്റ ആൾ എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ മതി. അത് ചങ്കുറപ്പോടെ പറഞ്ഞാൽ, തിരുവചനങ്ങളുടെ വെളിച്ചത്തിൽ, സഭയുടെ പാരമ്പര്യത്തിന്റെ വെളിച്ചത്തിൽ ഈ സൂയി യൂരിസിന്റെ അധികാരം ഇതാണെന്ന് ബോധ്യപ്പെടുന്ന തരത്തിൽ പറഞ്ഞാൽ അവിടെ മാറ്റം വരും, മാറ്റം വരണം. ഈ സിനഡോടുകൂടി നമ്മുടെ ഈ സീറോ മലബാർ സഭയുടെ പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള പ്രക്രിയ തുടങ്ങണം. ഒറ്റയടിക്ക് നമുക്ക് നടക്കില്ല, അതറിയാം. പക്ഷേ ഇനിയും നമുക്കിങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്രമാത്രം നമ്മൾ അവഹേളിക്കപ്പെട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാം അത്. അതിൻ്റെ എല്ലാ ഗൗരവത്തോടും കൂടെ ഈ മെത്രാൻ സിനഡ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നം ഒരു പ്രാദേശിക പ്രശ്നമായി കണക്കാക്കാതെ സീറോ മലബാർ സഭയുടെ മാത്രമല്ല, കേരള കത്തോലിക്ക സഭയുടെ മാത്രമല്ല, ഭാരത കത്തോലിക്ക സഭയുടെ മാത്രമല്ല, ലോകം മുഴുവനുമുള്ള സഭയുടെ പ്രശ്നമാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഒരു അലംഭാവമില്ലാതെ തീരുമാനമെടുത്ത് ഈ പൊറാട്ടു നാടകങ്ങൾ അവസാനിപ്പിക്കാൻ, ആവശ്യമെങ്കിൽ വിദൂഷകനെയും കളിയാശനെയും മാറ്റി നിർത്താൻ നിങ്ങൾ തയ്യാറായാൽ ജനം, ഇപ്പം ഈ ഞാൻ അടക്കമുള്ള സകല ജനങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ബഹുമാനം തിരിച്ചു പിടിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത്. അങ്ങേയറ്റം മെത്രാന്മാരെ സ്നേഹിക്കുന്ന ജനത്തിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ദയവായി എളിമയോടെ കേൾക്കണമെന്ന് ഞങ്ങൾ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.